നമസ്കാരം. രാജ്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സ്വിസ് കടുങ്ങല്ലൂർ സർക്കിൾ നമുക്കുയർത്താം ഒരുമയുടെ പതാക എന്ന പ്രമേയത്തിൽ ബഹുസ്വര സംഗമം നടത്തി. മുപ്പത്തരം മഹ്ലറത്തുൽ ഖാദിരിയ മസ്ജിദിന് സമീപം നടത്തിയ പരിപാടിയിൽ സർക്കിൾ പ്രസിഡന്റ് അബ്ദുൽ സത്താർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി അജ്മൽ സ്വാഗതം പറഞ്ഞു. സർക്കിൾ വൈസ് പ്രസിഡന്റ് മുജീബുദ്ദീൻ അഹ്സനി മുഖ്യപ്രഭാഷണം നടത്തി. കേരള മുസ്ലിം ജമാഅത്ത് ഭാരവാഹി മുജീബ്, ജാമിയ ശരിയ ഖത്തർ ഭാരവാഹി ഹാഷിം അലി, സോൺ സാംസ്കാരിക സെക്രട്ടറി ജലാൽ, മഹ്ലറത്തുൽ ഖാദിരിയ പ്രസിഡന്റ് സുലൈമാൻ, റഫീഖ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങൾ പരസ്പരം ചർച്ച ചെയ്തു. സംഗമം അവസാനിപ്പിച്ചു. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ നിമിഷത്തിൽ സന്തോഷ ദിവസത്തിലാണ് നമ്മളുള്ളത്. 22 ഭാഷകളും ഔദ്യോഗിക ഭാഷകളും അതിലുപരി പ്രാദേശിക ഭാഷകളൊക്കെ അടങ്ങിയ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും മതമില്ലാത്തവനും തുടങ്ങി എല്ലാ ജനങ്ങളും സന്തോഷത്തോടെ ഐക്യത്തോടെ ജീവിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വലിയ മതേതരത്വ രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യമാണ്. സമാധാനമുള്ളൊരു നാട് നമ്മുടെ നാടാണ്. അങ്ങനെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. വലിയ ആശങ്കകളോ വലിയ പ്രതിസന്ധികളോ നമുക്കൊന്നുമില്ല എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇന്നത്തെ ദിവസം, കഴിഞ്ഞ ദിവസം നമ്മുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു അവരുടെ വാക്കുകൾ വളരെ പ്രത്യേകം നിറഞ്ഞ, വളരെ ആശ്വാസം പകരുന്ന വാക്കുകളാണ്. അവർ പറഞ്ഞത് രാജ്യത്തെ വിഭജനത്തെ നമ്മൾ മറന്നു പോകരുതെന്നാണ്. രാജ്യത്തുണ്ടായ ഇന്ത്യ രാജ്യത്തെ വിഭജനം ഒരു ഇന്ത്യൻ പൗരനും മറന്നു പോകാൻ പാടില്ല. ലക്ഷക്കണക്കിന് ആളുകളാണ് മരണപ്പെട്ടത്. 20 ലക്ഷത്തിലധികം വരുന്ന ആളുകളാണ് ഇന്ത്യ വിഭജനത്തിൽ കൊല്ലപ്പെട്ടത്. ഇനി അങ്ങനൊരു ദുരന്തം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. രാജ്യത്ത് തുല്യനീതിയും തുല്യ അവസരങ്ങളും ഉണ്ടാകണമെന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു പറഞ്ഞത്. അത് വലിയൊരു ആശ്വാസത്തിൻ്റെ വാക്കുകളാണ്. ആര് നല്ലത് പറഞ്ഞാലും നമ്മളത് സ്വീകരിക്കണം. അപ്പോൾ ഈ ആശങ്ക എന്നുള്ളത് ഇന്ന് എല്ലാവർക്കും ഉള്ളതാണ്. രാജ്യത്ത് വിഭജനം നടക്കുന്നുണ്ട്, അതൊന്നും ഉണ്ടാകരുതെന്ന് നേതാക്കൾക്ക് പോലും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പൂർവികർ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം അത് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക. ആദ്യത്തെ പ്രധാനമന്ത്രി, ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അബുൽ കലാം ആസാദാണ്. ആ അബുൽ കലാം ആസാദിൻ്റെ വാക്കുകൾ വളരെ പ്രശസ്തമാണ്. ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും അവകാശമാണ് വിദ്യാഭ്യാസം നേടുക എന്നത്. അതുകൊണ്ട് നമ്മൾ നേടേണ്ടത്, നമ്മുടെ മക്കൾക്ക് നൽകേണ്ടത് ഉന്നതമായ വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസം മതവും ഭൗതികവുമായി ഇടകലർന്നുകൊണ്ടുള്ള വിദ്യാഭ്യാസത്തിലൂടെ ആകുമ്പോൾ നല്ല ഉത്തമരായ രാജ്യസ്നേഹികളെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. സെഞ്ചുറികളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നമുക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത് പണ്ഡിതന്മാരും സീതന്മാരുമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ വിലയും എല്ലാം നമ്മെ ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് കിതാബുകൾ വരെ എഴുതിയിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാർ, പോർച്ചുഗീസുകാരുടെ ആധിപത്യം മുതൽ നമ്മുടെ ജനിച്ച് മുഹമ്മദിൻ്റെ കാലത്ത് തന്നെ പല സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പല വിപ്ലവങ്ങളും ശബ്ദങ്ങളും ഉയർന്നിരുന്നു. ജനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള പരിപാടികൾ നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവസാനം ബ്രിട്ടീഷുകാരെയും നാം ഈ രാജ്യത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കരസ്ഥമാക്കി നൽകുന്നില്ല. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ മുപ്പത്തരം.